വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ കറി ആയിട്ടാണ്. ഏകദേശം ഒരു ഹൈദരാബാദി സ്റ്റൈലിലേക്കുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്ത് ഇത്രയാണ്. നമ്മളിവിടെ ഒരു 250 ഗ്രാം ചിക്കൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം വലിയൊരു സവാള നേർത്തായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചത്. പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമുക്ക് ഒരു 5 വറ്റൽമുളക് വേണം. ഒരു 1/4 ടീസ്പൂൺ ഉണക്കക്കുരുമുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. നിങ്ങൾക്ക് മുഴുവനായിട്ട് മല്ലി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തൈര് വേണം, നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് എണ്ണ. വെളിച്ചെണ്ണ എടുക്കേണ്ട, സൺഫ്ലവർ ഓയിലോ അങ്ങനെയുള്ള എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. പിന്നെ നമുക്കൊരു 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം വേണം. അപ്പോൾ ഇത്രയും മാത്രം മതി നമ്മുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു പാനിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള നന്നായി ഫ്രൈ ആയി. നമ്മുടെ ബിരിയാണിക്കൊക്കെ നമ്മൾ വറുത്തിടുമ്പോൾ ഉള്ള പാകമാകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട്. ഇനി കട്ട് ചെയ്ത ചിക്കനിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ചെടുത്ത ഈ സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ തൈരും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഈ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് 1 മണിക്കൂർ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക്, ജീരകം, അതുപോലെ കുരുമുളക് ഇവയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം നല്ല റോസ്റ്റായി വന്നതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ട് മല്ലി ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ വറുത്തെടുത്താലും മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മല്ലിപ്പൊടി മൂത്ത് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്തവ തണുത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. അതുപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചെറിയ ഉള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. എല്ലാം കൂടി നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത ആ എണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിലും വേറെ എണ്ണ മാറ്റിയെടുക്കാം. ഈ എണ്ണയിൽ കിടന്ന് ഈ അരപ്പ് നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്.
ഇനി നമുക്കിത് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ കറി തുറന്ന് ഇതിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് 15 മിനിറ്റ് ചെറുതീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. കറി നന്നായി വറ്റി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം എരിവും മസാലയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി പുതിയ റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.